മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ നടനാണ് സിജു വിൽസൺ. പിന്നീട് ഒട്ടനവധി സിനിമകളിൽ സിജു നായകനായും സഹനടനുമായി തിളങ്ങി. താൻ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളെ അവയ്ക്ക് വേണ്ടതെന്താണോ അത് നൽകി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിജുവിൻ്റെതായി റിലീസ് ചെയ്യുന്ന പുതിയ പടം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് പഞ്ചവത്സര പദ്ധതി. പി.ജി. പ്രേംലാൽ സംവിധാനം ചെയ്ത ഈ സിനിമയെ ഒറ്റവാക്കിൽ നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആക്ഷേപഹാസ്യ ചിത്രമെന്ന് വിശേഷിപ്പിക്കാം. അക്ഷയ സെന്റർ ഉടമയായ സനോജാണ് പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന കഥാപാത്രം. സിജു ആണ് ഈ വേഷം ചെയ്തിരിക്കുന്നത്. കലമ്പേരി എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. കലംബാസുരൻ എന്ന മിത്ത് കഥാപാത്രത്തിന്റെ ഐതിഹ്യത്തെ വിശ്വസിക്കുന്ന ഗ്രാമമാണ് കലമ്പേരി. 30 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിലെ ഏക പ്രശ്നം വെള്ളമാണ്. ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവർ വെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. ഒരു പാറക്കെട്ടിൽ നിന്നുമാണ് ഇവർ വെള്ളം എടുക്കുന്നത്. എന്നാൽ ഒരു വേളയിൽ ഇവിടെ ഒരു സ്ത്രീ മരിക്കുന്നു. ഇത് വലിയ കോലിളക്കവും ഭീതിയും വിതയ്ക്കുന്നുണ്ട്. ഇതിനിടെ ആ പാറയിൽ കലംബാസുരന്റെ പാദം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രമേയം. ഭക്തിയും യുക്തിയും തമ്മിലുള്ള പോരാട്ടവും ഇത് ചിലർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതുമെല്ലാം ചിത്രത്തിൽ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയായി മാറുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സജീവ് പാഴൂരാണ്. കഥയ്ക്ക് അനുയോജ്യമായി ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ ഗൗരവതരമായ വിഷയത്തെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതിൽ പ്രേംലാലും കയ്യടി അർഹിക്കുന്നു. എന്തായാലും സമകാലീന സമൂഹത്തിൽ ഏറെ ചർച്ചയാക്കപ്പെടേണ്ട വിഷയമാണ് പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ പറഞ്ഞിരിക്കുന്നത്.